ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ സുൽപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 12 മണിയൊക്കെ ആയി. രാവിലെ എന്തൊക്കെയാണ് കഴിച്ചെന്ന് കാണിച്ചുതരാം. ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു പാക്കറ്റ് പത്തിരി, ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങി, അതുണ്ട്. പിന്നെ അമ്മയുടെ കണ്ണിമാങ്ങ അച്ചാറുണ്ട്. പിന്നെ അതേ ഇന്നലെ ഞങ്ങൾ കഞ്ഞിക്ക് കഴിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുണ്ട്. കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചതുണ്ട്. പിന്നെ കുറച്ച് അയിലത്തല വറ്റിച്ചതുണ്ട്. അയിലത്തലയും ഉണ്ടലും മാങ്ങയിട്ട് വറ്റിച്ചതുണ്ട്. ഇതൊക്കെ കൂട്ടി ഞാൻ രാവിലെ കഴിച്ച ശേഷം കേട്ടോ ഓഫീസിലേക്ക് പോകുന്നത്. ഇന്ന് ഫുള്ള് ഞാൻ അടിച്ചു വാരി കഴുകി തുടച്ച് വൃത്തിയാക്കി. ഭയങ്കര പൊടിയാണ് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, വാഷിംഗ് മെഷീൻ്റെ മേലൊക്കെ പൊടിയുണ്ടോ? ഭയങ്കര പൊടിയാണ്. അടിച്ച് കഴുകി തുടച്ച് വേസ്റ്റ് വെക്കുന്ന പാത്രം കഴുകി വെച്ചു. എല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയാണ് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അതേ ഫ്രിഡ്ജിൽ നമ്മളെല്ലായിടത്തും സാധനം വാങ്ങി വെച്ച് നാശമാകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ സാധനങ്ങൾ അധികം വാങ്ങാറില്ല. ഏറ്റവും കൂടുതൽ നാശമാകുന്നവിടെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും എല്ലാ പ്രാവശ്യവും വാങ്ങും. ഇങ്ങനെ കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കും. പിന്നെ അപ്പോഴേക്കൊരു വയനാട്ടിൽ പോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എറണാകുളം പോക്ക് ഉണ്ടാവും. അത് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ നാശമായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഓഫീസിൽ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതേ ഓഫീസിലേക്ക് അയ്യോ നല്ല വെയിലാട്ടോ. ഞാൻ സൺസ്ക്രീൻ തേച്ചതാണ്, കുറച്ച് ഓയിലി പോലെയായി. ഭയങ്കര വെയിൽ. നോമ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കാം, നമുക്ക് ഇത്രയും ക്ഷീണമുണ്ടാകും, നോമ്പെടുക്കുന്നവർക്കൊക്കെ എന്തോരം ക്ഷീണം ഉണ്ടാവും. അങ്ങനെ ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇന്ന് കുറേ നല്ല തിരക്ക്, ഭയങ്കര തിരക്ക്, പല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ല. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ നോമ്പായതുകൊണ്ട് ഇവിടെയുള്ള ഫുഡ് കോർട്ടിലൊക്കെ ഫുഡ് ഉണ്ടാവുമോ എന്നറിയില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അതിന് അമ്മേനെയും കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം. പാവം, അതിന് മര്യാദയ്ക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായി. അതിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകാൻ. അതിനെയും കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോകണം. പിന്നെ എല്ലാവരും പറഞ്ഞു, ജോൺസേട്ടൻ എന്താ വീഡിയോയ്ക്കകത്ത് വീഡിയോയ്ക്കകത്തൊന്നും പറയാതെ. ജോൺസേട്ടയ്ക്ക് താല്പര്യം പണ്ടേ താല്പര്യമില്ലായിരുന്നു, ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. എപ്പോഴും പറയും സോഷ്യൽ മീഡിയ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ്, താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പേര് പോലും ഇനി പരാമർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ്. നോമ്പാ എല്ലാവർക്കും നോമ്പ്. ബായ്. അപ്പോൾ അതേ നമ്മൾ ഓഫീസ് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കണ്ണൊക്കെ ചൊറിയുന്നു. ഞാൻ ഇന്നലെ തല കഴുകിയതാണ് ഷാമ്പു ഇട്ടിട്ട്, പക്ഷെ അറിയില്ല ഇന്നിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞിരിക്കും. നാച്ചുറൽ ഹെയർ ആട്ടോ എപ്പോഴും നല്ലത്. ഞാനിത് ബോട്ടെക്സ് ചെയ്ത ശേഷം ഇതിങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചാലും ഒക്കെ എന്തോ ഒരു ഇതാണ്. എനിക്കിങ്ങനെ ഓരോ പ്രൊമോഷൻ വീഡിയോൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തലമുടി എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്ന ഇഷ്ടം. ഞാൻ ത്രെഡ് പോലും ചെയ്യാറില്ല. എൻ്റെ പിരികം കണ്ട് ത്രെഡ് ചെയ്തോളുണ്ടോ? ഇല്ലല്ലോ. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ മുടിയിലാണ് എപ്പോഴും പരീക്ഷണങ്ങൾ. അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്ത് എനിക്ക് മുടിയില്ലാണ്ടായിട്ടോ, കുറച്ച് മുടിയുള്ളൂ. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറി. ഇന്നലെ ഒരു ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. ഇന്ന് മഴ പെയ്യുന്നു വിചാരിക്കാം. ഇനി വീട്ടിൽ പോയിട്ട് അമ്മേനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം. ഫ്ലാറ്റിൽ പോയിട്ട് ഒന്ന് പുറത്തിറങ്ങി വേഗം തിരിച്ചു വരും. ഇവിടെ ഒരു വേർത്തന്നെ ലോകാട്ടോ ഹൈലൈറ്റിൽ കണ്ടോ. മാം, ഞാൻ ചെരുപ്പ് സ്റ്റാൻഡ് കഴിഞ്ഞ ദിവസം എടുത്ത് പുറത്ത് വെച്ചിട്ടോ. ഭയങ്കര സ്മെല്ലാണ്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പൊടി. യെസ് ഫോൺ ആരാ? അന്ന വന്നു, പിന്നെ വിളിക്കാം. ഒരു മിനിറ്റ്, ഞാനിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിക്കാം. ഞാനിത് നല്ല വൃത്തിക്കെല്ലാം അടിച്ച് തുടച്ച്. അമ്മേൻ്റെ ബെഡ്ഷീറ്റ് മാറ്റിയില്ലായിരുന്നു നമ്മൾ? മാറ്റിയല്ലോ. എല്ലാ ബെഡ്ഷീറ്റും മാറ്റി. എന്താ തന്നാളത്? ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ തന്നെയാ? എനിക്ക് ചോറ് മതി. ഒക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ. പക്ഷെ നമ്മൾ രണ്ടാളും ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ആളുകളാണ്. ബെഡ്ഷീറ്റ് ഇത്ര വേഗം ഉണങ്ങി അമ്മ? ഞാൻ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി, എല്ലാം ഉണങ്ങി. ഇവിടെ വേഗം ഉണങ്ങും, കാരണം നല്ല ചൂടല്ലേ. ഞാൻ കുടി കഴിഞ്ഞാൽ പോയത്. അപ്പോൾ പിന്നെ എനിക്ക് വന്നിട്ട് ഇനി വേറെ ഡ്രസ്സ് ഇടണം. ഇതിൽ കുറേ എൻ്റെ അലമാരയിൽ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഡ്രസ്സാണ്. ഏത് ഡ്രസ്സ് ഇടും? അതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞമ്മ. ഇന്ന് എക്സസൈസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. റാശി അയച്ചെന്നില്ല അമ്മയ്ക്ക്. ഇന്ന് ഞാനിട്ട ഡ്രസ്സ് കണ്ടോ, ഇതും ഫ്രം പീലി ലൈഫ് സ്റ്റൈൽ കാലിക്കറ്റ്. നല്ല എംബ്രോയിഡറി വർക്കുള്ള ഡ്രസ്സാണേ, കണ്ടോ അടിപൊളി. ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ.
അപ്പോൾ ഇതേ ഞാൻ പോയിട്ട് നോക്ക് നല്ല നമുക്ക് ഇവിടെ നിന്ന് എൻ്റെ ഓഫീസ് ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഈ കർട്ടനൊക്കെ മാറ്റണം, ഭയങ്കര മുഷിഞ്ഞിരിക്കുക. ഞാൻ പോയിട്ട് എന്താ കഴിക്കാനുള്ളേ നോക്കട്ടെ. ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് നല്ല വൃത്തിയാക്കി വെച്ചു. അതിവിടെ പെട്ടെന്ന് പൊടി പിടിക്കും. അമ്മ ചോറ് ഇവിടെ അമ്മ ഈ മാങ്ങ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ടല്ലേ. എന്നാൽ ഞാൻ ചപ്പാത്തി തിന്നാലേ. ഓക്കെ ഡൺ. കേടായോ നോക്കിയതാ, കേടായിട്ടില്ല. നല്ല ചപ്പാത്തി ഉണ്ട്, നല്ല നൈസ് ചപ്പാത്തി. രണ്ട് ചപ്പാത്തി, 3 ഉണ്ടോ? ഇത് ശരിക്കും ഗോതമ്പാന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല, ഗോതമ്പല്ല. ഇന്നലത്തെയാണേ, എല്ലാ സാധനങ്ങളും ഇന്നലത്തെയാണ്. എന്നാലും ചിക്കൻ കറിയൊക്കെ ഇന്നലെ വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ചിക്കൻ കറി ഇന്നത്തേക്ക് എന്തായാലും കേടാവാൻ സാധ്യതയുണ്ട് അല്ലേ അമ്മ? ചിക്കൻ കറി ഇനി വെച്ചാൽ കേടാവാൻ സാധ്യതയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലോ? അമ്മ ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ കഴിക്കും. ഞാൻ പിന്നെ അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ചിക്കൻ കറി. ഞാനത് സമാധാനത്തിൽ നിന്ന് കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും പിന്നെ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ ഓഫീസിലൊരു കൊച്ച് വിളിച്ച് വെറുതെ അമ്മേനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മേന്ന് പുറത്തിറങ്ങി. നല്ല കാറ്റ്, ഇന്ന് നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലേ അമ്മ? എവിടെയോ പെയ്യുന്നുണ്ട്, തണുത്ത കാറ്റ്. തണുത്ത കാറ്റ് പെയ്യട്ടെ. ഹോളി ആഘോഷിച്ചതിൻ്റെ പൊടിയൊക്കെ കണ്ടു അവിടെ കിടക്കുന്നു. അമ്മ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഓഫീസിലെ പിള്ളേർ, ഞാനാണ് അകത്തിരുന്ന് ചെരുപ്പിട്ടിട്ടാ പുറത്തേക്ക് ഇറങ്ങി. അങ്ങോട്ട് പോകണ്ട, മോശമല്ലേ? ആ, അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇവിടെ വന്നാൽ ഇത് നമുക്ക് കോഴിക്കോടാന്നും തോന്നില്ല, വേറെ ഏതോ ഒരു രാജ്യത്തെത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആട്ടോ ഇവിടെ വന്നാൽ. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ഓഫീസിലെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ കുറച്ച് കൂടുതൽ നേരത്തെ എത്തിയിട്ട്, ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഇപ്പം എങ്ങനെയാണെന്നറിയോ, പിള്ളേർക്ക് നോമ്പുള്ള പിള്ളേർക്കൊക്കെ 4:30 ആകുമ്പോഴേക്കും വീട്ടിൽ പോകാം കേട്ടോ. നമ്മുടെ ഓഫീസിൽ അങ്ങനെ ഒട്ടും സ്ട്രിക്റ്റ് അല്ല, നമ്മുടെ മാനേജ്മെൻറ്റ് ഒട്ടും സ്ട്രിക്റ്റ് അല്ല. പിള്ളേർ വർക്ക് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. അവർക്ക് വർക്കിംഗ് ടൈമിൽ ഹോർലിക്സ്, ബൂസ്റ്റ്, എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇപ്പം. കോഴിക്കോട് ഇവിടുത്തെ ഓഫീസിലൊന്നും അങ്ങനെ സ്ട്രിക്റ്റ്, അങ്ങനെ വർക്ക് പ്രഷർ, പക്ഷെ അവനവൻ ചെയ്യുന്ന വർക്ക് അവനവൻ നല്ലോണം ചെയ്യണം എന്നല്ലാതെ ഒരു വർക്ക് പ്രഷർ ഒന്നും നമ്മുടെ ഓഫീസിലില്ല. പിന്നെ ഇപ്രാവശ്യം സാധാരണ എല്ലാ നോമ്പ് സമയത്തും ഞാൻ ഓരോ ഹോട്ടലിലൊക്കെ കയറി നോമ്പ് തുറക്കാനും ഒക്കെ പോകുന്നതാണേ. ഇപ്രാവശ്യം ഞങ്ങൾ എവിടെയും പോയില്ല. അറിയുന്ന ആളുകൾ കുറേ പിള്ളേർ ചിരിക്കുന്നു. ഇപ്പം ഏതർത്ഥത്തിലാണ് ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഓക്കെ, ദെൻ നമ്മളിവിടെ സുഹാനേനെ നോക്കിയിരിക്കുന്നു. അമ്മയും ഞാനും ബ്ലൂ, അമ്മയും ഞാനും ബ്ലൂ, അമ്മയും ഞാനും ബ്ലൂ, ബ്ലൂ 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 ബ്ലൂ. ഓക്കെ, അങ്ങനെ ദേ അമ്മ അവിടെ കിടക്കുന്നു, ഞാനിവിടെ കിടക്കുന്നു. മഴക്കാറുണ്ട്, പക്ഷെ മഴ പെയ്തില്ല, ഒരു കാറ്റടിച്ചങ്ങ് പോയി. ഇന്ന് നിതയില്ല, നിതയ്ക്ക് സുഖമില്ല. പിന്നെ ആകാശാണെങ്കിൽ അവൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോയി. പിന്നെ ഞാൻ ഡേ ടൈമൊക്കെ ഓഫീസിലായതുകൊണ്ട് ഡേ ടൈം അമ്മ ഇവിടെ ആയിരുന്നു. അമ്മയ്ക്ക് ബോറടിക്കുന്നുണ്ടോ? പോവാ. അമ്മയാണെങ്കിൽ കുറേ ഇംഗ്ലീഷ് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എവിടെ? അവിടെ പോയിരിക്കാം, പോയിരിക്കാം, പോയിരിക്കാം. ഓക്കെ, പോയിരിക്കാം. അത് കുറച്ച് വായിച്ചു. ഓ ഇനി അപ്പോൾ അങ്ങനെ ഇരുന്ന് വായിക്കാൻ പോയി. എനിക്ക് കുറച്ച് നേരം പായസം കുടിക്കണോ? ഒറ്റയ്ക്ക് വായിക്കാൻ വലിയ ബുക്കാ. പായസം കുടിക്കണോ? താഴെ കുറേ കാറ്റടിച്ചിരിക്കും. ചുരോസ് കഴിക്കാൻ പോവാ. ചുരോസ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ? എനിക്കറിയാം, ഞാൻ കഴിച്ചതാണ്. ചോക്ലേറ്റ് ഡിപ്പിൽ. ആ വേണോ അതോ പായസം വേണോ? ചുരോസ് വേണ്ട, വെറുതെ പോയി നടന്നിട്ടാണ്.
ഓഫ് കോഴ്സ്. വേറെന്താ വേണ്ടേ? ആലോചിച്ചൊക്കെ അവിടെ പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ഇതെന്ത് ചെയ്യും? കപ്പയും ആ നമുക്ക് കഴിക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് അത് കഴിക്കണം. വന്നിട്ട് കഴിക്കാനാ? ഇപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഞാനും അമ്മയും ഇവിടെ ഒറ്റപ്പെട്ടു. ആകാശമില്ല, നിധയില്ല. ആകാശം നിധ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ആശ്വാസം, റിലാക്സ്. പോകേണ്ട ആവശ്യമില്ല. ആ കൊച്ചുകൂടെ പിന്നെ പറയാനില്ല. അതുകൂടി ഉണ്ടെങ്കിൽ നമ്മളിവിടെ പൊളിക്കുമായിരുന്നു. എന്ത് ചെയ്യാനാ സരോ? എന്നെ സരോന്ന് വിളിക്കുന്ന ആൾക്കാർ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. കാരണം എന്നെക്കാട്ടും മൂത്ത ആൾക്കാരല്ലേ, അവരൊക്കെ എന്താ പറയണ്ടേ, കടന്നു പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ സരോന്ന് വിളിക്കാൻ ആരുണ്ടാവും? ഞാനല്ലേ? നീ ഉണ്ട്. ഞാൻ മരിച്ച അമ്മയ്ക്ക് ആരും ഉണ്ടാവില്ലല്ലോ. ആരെപ്പം വിളിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് അത് പുറത്ത് പോയിട്ടാണൊക്കെ പോയി ഡ്രസ്സ് മാറ്റിക്കാം. പണ്ടുണ്ടല്ലോ ഞാനും അമ്മയും ആണ് വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോവുക. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് നടന്നാ പോവുക, നടന്നാ തിരിച്ചു വരിക. എന്നിട്ട് പക്ഷേ അമ്മ ഒരു കാപ്പിയും വാങ്ങി കഴിക്കും, എനിക്കൊരു മൈസൂർ പാക്ക്. ഓർക്കുന്നുണ്ടമ്മ? ചില സമയം പൊറോട്ട, അല്ലെങ്കിൽ പിന്നെ ഗ്രേവി, പൊറോട്ടയും ഗ്രേവിയും. അതൊരു കാലം. അന്ന് ആഴ്ചക്ക് 200 രൂപ കൊണ്ട് 10 വയറ് കഴിഞ്ഞു പോകുന്ന കാലം അല്ലേ അമ്മ? അന്ന് തന്നെ. പക്ഷെ പച്ചക്കറിയൊക്കെ വാങ്ങി അന്ന് 50 രൂപയ്ക്ക് എന്തോരം പച്ചക്കറി കിട്ടുമായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, അന്ന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് സന്തോഷമില്ല. അതുകൊണ്ടല്ല, നമ്മൾ സമ്പത്തല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. അതെ, സമ്പത്തിനോട് മാത്രം സന്തോഷം ഉണ്ടാവില്ല. സത്യമാണ്, അത് സത്യമാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കമൊക്കെ വരുന്നത്. എന്നാ ഉറങ്ങാം. ഓക്കെ, അപ്പം അല്ല പോണ്ടേ, നടക്കാൻ പോണ്ടേ? ബാ ഒരുങ്ങിക്കോ, പോവാം. അപ്പം നമുക്ക് നമ്മൾ പോയിട്ട് നടക്കാൻ പോവാം, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, അങ്ങനെ ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങട്ടെ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഇറങ്ങാം. ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും മധുരമുള്ള സാധനം വാങ്ങി കഴിക്കും. ചിലപ്പോഴേ മാളി പോകത്തുള്ളൂ, ചിലപ്പോൾ മാളി പോവില്ല. നമ്മളിവിടെ എവിടെയെങ്കിലും തന്നെ അടങ്ങില്ല അമ്മ. ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ തന്നെ നല്ല, ഇപ്പം ഒന്ന് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പുറത്തിറങ്ങി വരും. ഇതെൻ്റെ പീരീൻ്റെ ഡ്രസ്സ് എന്ത് രസമാണെന്ന് കണ്ടോ? അത് നല്ല എന്താ പറയുന്നത്, ക്ലാസിക് ഡ്രസ്സാണ്. നല്ല മെറ്റീരിയലും സൂപ്പറാണ്. ഫ്രം പീലി ലൈഫ് സ്റ്റൈൽ കാലിക്കറ്റ് കേട്ടോ. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, കയറി നോക്കിയാൽ മതി. ഞാനിപ്പോൾ കുറേ ആയിട്ട് മുടി അഴിച്ചിടറില്ലേ. ഒന്നാമത് ഭയങ്കര ചൂട്, അഴിച്ചിടുമ്പോഴേക്കും എന്തെങ്കിലും വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ മാത്രമേ മുടി അഴിച്ചിടാറുള്ളൂ. ഇന്ന് പാത്തൂനെ വല്ലാണ്ട് മിസ് ചെയ്യാമോ എനിക്ക്. ആകാശമില്ലാഞ്ഞിട്ട് ഉള്ളപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടറിയില്ല, ഇല്ലാതായപ്പോൾ എനിക്ക് എന്തോ പോലെ. നമ്മുടെ കൂടെ ഒരു ഒച്ചയാനക്കോ ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ മെല്ലെ ഹായ്. എന്താണ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ഭക്ഷണം കഴിച്ചോ? ആ വെറുതെ ഇറങ്ങിയതാ പുറത്തേക്ക്. സെക്യൂരിറ്റി ചേട്ടന്മാർ കേട്ടോ, നല്ല നല്ല എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം നമ്മൾ എവിടേക്ക് പോകണമ്മ? ഇങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ? മാളിൽ പോയ 10 ആളെ കാണണം. 10 ആളെ കാണാൻ വേണ്ടി മാളിക്ക് പോണമ്മ. വേണം. അമ്മയ്ക്ക് എത്ര ഭാഷകൾ അറിയാം? ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം കൂടാതെ? തമിഴ് മനസ്സിലാവും. തമിഴ്, കൊങ്ങിണി കുറച്ചറിയാം. കന്നഡ കുറച്ച് മനസ്സിലാവും. അപ്പോൾ 6 ഭാഷ അറിയാം. തമിഴ് മനസ്സിലാവും. 7 ഭാഷ അറിയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കൊങ്ങിണി, തമിഴ്, കന്നഡ. അപ്പോൾ 6 ഭാഷ. ഓ, കണക്ക് തെറ്റി. അമ്മേൻ്റെ മക്കൾ എത്രയുണ്ടോ അത്രയും ഭാഷ അമ്മയ്ക്ക് അറിയാം. തെലുങ്ക് എൻ്റെ അനിയന് തെലുങ്ക് സംസാരിക്കും. അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നടക്കട്ടെ. എന്താ അച്ഛൻ്റെ അച്ഛനുണ്ടല്ലോ, ഫ്രഞ്ച് അങ്ങനത്തെ ഭാഷകളൊക്കെ അറിയാമല്ലോ. ഓ, കാരണവർക്ക് മൂട്ടിൽ തഴമ്പുണ്ടെന്ന് ഓർത്ത് നിങ്ങൾക്കില്ലല്ലോ? ഇല്ല, അമ്മക്കില്ല. അച്ഛനടി അവിടം വരെ എത്തിച്ച കാര്യങ്ങൾ. അപ്പം ശരി, ഞങ്ങളിങ്ങനെ ഒന്ന് നടന്ന് വരാം. ഇന്ന് വെള്ളം പോകുന്ന സൗണ്ട്, ഡ്രെയിനേജ്. ഇവിടെ കുറേ സിനിമാ തിയേറ്ററൊക്കെ ഉണ്ട്. നമുക്ക് സിനിമ കാണാനൊന്നും ഒരു ക്ഷാമല്ല. വേണം തോന്നിയപ്പോൾ പോയി. ഇപ്പോൾ അതിന് ഏതെങ്കിലും ഒരു നല്ല സിനിമയുണ്ടോ? കുറേ കള്ള് കുടിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, അടി ഉണ്ടാക്കുന്നു.
ഇതല്ലാതെ ഒരു കുടുംബ സിനിമ തെറി പറയുന്നു. ഇതല്ലാതെ ഒരു കുടുംബ സിനിമ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ട് കുറേയായി. പണ്ടത്തെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, മേലെപ്പറമ്പിലെ ആൺവീട്, ഇഷ്ടം, മണിച്ചിത്രത്താഴ് ഒക്കെ എന്ത് നല്ല സിനിമ. ഇപ്പൊ എന്തെങ്കിലും ഒരു നല്ല സിനിമ വരലുണ്ടോ? ബേസിൽ നല്ല സിനിമ ജാനമൻ. അതൊക്കെ എനിക്ക് ചിരിക്കാനുള്ള ഇഷ്ടമുള്ള കുറച്ച് സിനിമകളുണ്ട്. ജാനമൻ കഥയുണ്ട്, അത്യാവശ്യമുണ്ട്. പൊതുവെ ഇപ്പോൾ സിനിമകൾ എന്താ പറയണ്ടേ, ഇപ്പോൾ വണ്ടി വരുന്നുണ്ടോ? ഓക്കെ. ഞാനും അമ്മയും പോയി വന്നു കേട്ടോ. കുറച്ച് നേരമായി പോയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓഫീസിൽ പിള്ളേരൊക്കെ ഉണ്ട്. അവർ നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ആ സ്റ്റെപ്പിൽ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞ് ഇപ്പം സമയത്തിലായി എന്നറിയുമോ? 12 മണിയായി. സാധാരണ അമ്മ നേരത്തെ കിടക്കുന്ന ആളാണേ. അമ്മയ്ക്ക് നേരത്തെ കിടക്കൊന്നും വേണ്ട. അമ്മ അവിടെ എന്താ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുക. അമ്മ ലൈറ്റ് ഓഫ് ആക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് കപ്പയും എല്ലുകറിയും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഉറങ്ങുന്നില്ലേ? ലൈറ്റ് ഓഫ് ആക്കാനാ? കുഴപ്പമില്ല. സാധാരണ ഇവിടെ മക്കളോട് മൊബൈലിൽ കളിക്കല്ലേ ഉറങ്ങാൻ പറയും. ഇതിവിടെ ഇപ്പം അമ്മയോട് മൊബൈലിൽ കളിക്കല്ലേ ഉറങ്ങുന്നു. ഇത് ലൈറ്റ്. ഓക്കെ, ഉറങ്ങിക്കോ. അമ്മേനെ ഞെട്ടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതേ നമ്മൾ ഉറങ്ങാൻ പോണു. നമ്മൾ ചിലപ്പോൾ നാളെ വയനാട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കണം, പിന്നെ കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം എടുത്തിട്ട് എനിക്ക് എന്താ പറയുക, ചൂടായ ശേഷം എനിക്ക് തണുത്ത വെള്ളം മാത്രമേ കുടിക്കുന്ന ഇഷ്ടമുള്ളൂ. എനിക്ക് പ്ലെയിൻ വാട്ടർ കുടിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ പ്ലെയിൻ വാട്ടർ ആണെങ്കിൽ ഒന്നെങ്കിൽ നല്ല തണുത്ത വെള്ളമായിരിക്കണം. ചൂടുവെള്ളമാണ് എനിക്ക് ജീരകവെള്ളമോ കരിങ്ങാലി വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഇത്തിരി ഫ്ലേവറുള്ള വെള്ളം കുടിക്കാനേ എനിക്കിഷ്ടമുള്ളൂ. ഞാനെല്ലാം ബാത്റൂമും എല്ലാം കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കി കണ്ടോ. എല്ലാം കുറേ ആയി ഇങ്ങനെ അലകോലായി കിടക്കുന്നതൊക്കെ കഴുകി വൃത്തിയാക്കി. നാളെ ചിലപ്പോൾ വയനാട് പോവും. കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ നാളെ. എനിവേ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ജോലിയുമായി വീണ്ടും കാണാം. വേഗം കാണാം. മെസ്സേജ് മീ അന്ന ജോൺസൺ ഫ്രം ന്യൂസ്. ഇപ്പോൾ തിന്നു തിന്നുകൊണ്ടേയിരിക്കും. ഗുഡ് നൈറ്റ്.